ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട 20 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. നമുക്കിനി നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരവും വിന്നേഴ്സിനെയും സെലക്ട് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു: കേരളത്തിൽ എത്ര ദേശീയ ഉദ്യാനങ്ങളാണുള്ളത്? അതായത് നമ്മുടെ കേരളത്തിൽ എത്ര നാഷണൽ പാർക്കാണുള്ളത്? ഇതിൻ്റെ ശരിയായ ഉത്തരം 6 ആണ്. അതായത് നമ്മുടെ കേരളത്തിൽ 6 നാഷണൽ പാർക്കുകളാണ് ഇപ്പോഴുള്ളത്. ഇനി ആരൊക്കെയാണ് വിന്നേഴ്സ് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാം. അനന്യ MS, ദേവി നന്ദന, ആസിയ നഹാസ്, മിൻഹ, യാസീൻ, ദർശന പ്രശാന്ത്, ആൻഡ്രിയ മേരി, അബാൻ, ഫാത്തിമ സബ, സൂക്ഷ്മദേവ്, ശ്രീസാഗർ KS, ദേവിക T, ഹിത, പത്മപ്രിയ, അഭിനവ് M, തന്മയി S സുരേഷ്, ജുന്ന ബൈജു. ഇവരൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ്. ഇതേപോലെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനുശേഷം ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സിനെ നമ്മൾ അടുത്ത വീഡിയോയിൽ അനൗൺസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കണ്ട് ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? അതായത് നാഷണൽ ഫാമേഴ്സ് ഡേ ആയി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ഉത്തരം അറിയുന്നവർക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തോടൊപ്പം തന്നെ വേറെ 2 കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാം. ആദ്യം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് ചൗധരി ചരൺ സിംഗ് എന്ന വ്യക്തിയുടെ ജന്മദിനമാണ്. ഇതോടൊപ്പം നമുക്ക് 2 കാര്യങ്ങൾ കൂടി അഡീഷണൽ ആയി നോക്കാം. ഈ ഒരു ദേശീയ കർഷക ദിനം അഥവാ നാഷണൽ ഫാർമേഴ്സ് ഡേയുടെ മറ്റൊരു പേരാണ് കിസാൻ ദിവസ്. അതായത് കിസാൻ ദിവസ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് എന്നാണ് കിസാൻ ദിവസ് അഥവാ ദേശീയ കാർഷിക ദിനമെന്ന് നോക്കാം. അതിൻ്റെ ഉത്തരം ഡിസംബർ 23 ആണ്. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് ഈ ഒരു ഒറ്റ ചോദ്യത്തിൽ നിന്ന് തന്നെ പഠിച്ചിരിക്കുന്നത്. ഇതൊന്നും ആരും മറക്കരുത്. എല്ലാവരും ഇന്ന് തന്നെ പഠിക്കുക. നമുക്കിനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വീഡിയോയിലെ രണ്ടാമത്തെ ചോദ്യം: കേരള ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മഞ്ജു വാര്യറാണ് കേരള ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് മഞ്ജു വാര്യർ. മൂന്നാമത്തെ ചോദ്യം: കേരളത്തിൻ്റെ മഴനിഴൽ പ്രദേശം ഏതാണ്? അതായത് കേരളത്തിൻ്റെ റെയിൻ ഷാഡോ റീജിയൻ ഏതാണ്? കേരളത്തിൻ്റെ മഴനിഴൽ പ്രദേശം അഥവാ റെയിൻ ഷാഡോ റീജിയൻ എന്നറിയപ്പെടുന്നത് ചിന്നാറാണ്. എന്താണ് റെയിൻ ഷാഡോ റീജിയൻ അഥവാ മഴനിഴൽ പ്രദേശം എന്നറിയാത്തവർക്ക് വേണ്ടി അതെന്താണെന്ന് നോക്കാം. അതായത് ഒരു മലയുടെ ഒരു സൈഡിൽ നല്ലവണ്ണം കാറ്റ് ലഭിക്കുന്നത് മൂലം അവിടെ മഴ നല്ലോണം പെയ്യുന്നതാണ്. പക്ഷേ അതേ മലയുടെ അപ്പുറം സൈഡിൽ, അതായത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതേപോലെ മഴ ലഭിക്കുന്നതല്ല. അപ്പോൾ ഒരു മലയുടെ ഒരു സൈഡിൽ നല്ലോണം മഴ ലഭിക്കുന്നതും അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ മഴ ലഭിക്കാത്തതുമായൊരു പ്രദേശമുണ്ട്. ആ പ്രദേശത്തെയാണ് നമ്മൾ റെയിൻ ഷാഡോ റീജിയൻ എന്ന് പറയുന്നത്. അപ്പുറത്തെ സൈഡിൽ നല്ലവണ്ണം മഴ ലഭിക്കാനുള്ള കാരണം അവിടെ ഉണ്ടായിരുന്ന കാറ്റാണ്. പക്ഷേ ഇപ്പുറത്തെ ദിശയിൽ കാറ്റില്ലാത്തത് കൊണ്ട് അവിടെ മഴയുടെ ലഭ്യതയും കുറവായിരിക്കും. അത്തരത്തിലുള്ള പ്രദേശങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് റെയിൻ ഷാഡോ റീജിയൻ. വീഡിയോയിലെ 4ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെ? തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിയിലാണ് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം. 4ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തി. 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏതാണ്? എളുപ്പമുള്ള ചോദ്യമാണിത്. ഉത്തരമറിയുന്നവർ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലം കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ലയാണ് പാലക്കാട് ജില്ല. 5-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പാലക്കാട്. 6-ാമത്തെ ചോദ്യം ഇതാണ്. 2012 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ പർവ്വതനിരകൾ ഏതാണ്? യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ പർവ്വതനിര പശ്ചിമഘട്ടം അഥവാ വെസ്റ്റേൺ ഗാർഡ്സ് ആണ്. ഇന്നലെ ഇതേ ചോദ്യം മറ്റൊരു രീതിയിൽ ചോദിച്ചിരുന്നു. അതായത് പശ്ചിമഘട്ടത്തെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഏത് വർഷം എന്നായിരുന്നു ആ ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്നത്തെ ചോദ്യത്തിലുണ്ട്. 2012 ആ ഉത്തരം. അതാരും മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നേരെ 7-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 7-ാമത്തെ ചോദ്യവും നമ്മുടെ മുമ്പുള്ള ഒരു വീഡിയോയിൽ നിന്നുള്ള ചോദ്യമാണ്. ചോദ്യത്തിലേക്ക് കടക്കാം. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വനവകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പരിപാടി ഏതാണ്? എൻ്റെ മരം എന്നാണ് ആ പരിപാടിയുടെ പേര്. അതായത് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വനവകുപ്പും സംയുക്തമായി നടത്തുന്ന പരിപാടിയുടെ പേരാണ് എൻ്റെ മരം. 8-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കാസിയ ഫിസ്റ്റുല ഏത് പൂവിൻ്റെ ശാസ്ത്രീയ നാമമാണ്? അതായത് കാസിയ ഫിസ്റ്റുല എന്ന് പറയുന്നത് ഒരു പൂവിൻ്റെ സയൻറ്റിഫിക് നെയിമാണ്. ആ പൂവിൻ്റെ പേരെന്താണ്? കാസിയ ഫിസ്റ്റുല എന്നത് കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമമാണ്. ഇതേ ചോദ്യം തന്നെ തിരിച്ചും ചോദിക്കാൻ സാധിക്കുന്നതാണ്. കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം എന്ത്? അപ്പോൾ അതിൻ്റെ ഉത്തരം കാസിയ ഫിസ്റ്റുലയാണ്. എല്ലാ ചോദ്യവും ഇങ്ങനെ 2 രീതിയിൽ ചോദിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോയിലെ 9-ാമത്തെ ചോദ്യം. കേരളത്തിലെ പക്ഷികൾ ആരുടെ പുസ്തകമാണ്? അതായത് കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? കേരളത്തിലെ പക്ഷികൾ എന്നത് ഇന്ദുചൂടൻ്റെ ബുക്കാണ്. അതായത് കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ചിരിക്കുന്നത് ഇന്ദുചൂടനാണ്. ആ പുസ്തകത്തിൻ്റെ കവർ പേജാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. 10-ാമത്തെ ചോദ്യവും നമ്മുടെ മുമ്പുള്ളൊരു വീഡിയോയിൽ ഉണ്ടായിരുന്ന ചോദ്യമാണ്. കല്ലേൻ പൊക്കൂടൻ പ്രശസ്തനായത് ഏത് ചെടികളെ സംരക്ഷിച്ചതിനാണ്? കണ്ടൽ ചെടികളെ സംരക്ഷിച്ചതിനാണ് കല്ലേൻ പൊക്കൂടൻ പ്രശസ്തനായത്. അതുകൊണ്ടുതന്നെ അദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കണ്ടൽ പൊക്കൂടൻ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 11-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏത്? പതിനൊന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബാണാസുര സാഗർ ഡാം. ഇത് വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ചോദ്യത്തിലൂടെ തന്നെ വേറൊരു അഡീഷണൽ ഇൻഫർമേഷൻ കൂടി പറയാം. കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ബാണാസുര സാഗർ ഡാമാണ്. അതേപോലെ തന്നെ ഇന്ത്യയിലെയും ഏറ്റവും വലിയ എർത്ത് ഡാം ബാണാസുര സാഗർ ഡാമാണ്. അതായത് ലാർജസ്റ്റ് എർത്ത് ഡാം ഇൻ ഇന്ത്യ ആൻഡ് കേരളയാണ് ബാണാസുര സാഗർ ഡാം. പക്ഷേ ലോങ്ങസ്റ്റ്, അതായത് ഒരു എർത്ത് ഡാമിൻ്റെ നീളം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അഥവാ ലോങ്ങസ്റ്റ് എർത്ത് ഡാം ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ബാണാസുര സാഗർ ഡാം അല്ല, പകരം ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന ഹിരാക്കുണ്ട് ഡാമാണ്. അതായത് ഇവ തമ്മിലുള്ള വ്യത്യാസം, ബാണാസുര സാഗർ ഡാമാണ് ഇന്ത്യയിലെ ലാർജസ്റ്റ് എർത്ത് ഡാം, എന്നാൽ ഹിരാക്കുണ്ട് ഡാമാണ് ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് എർത്ത് ഡാം. ഇതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. ഇതൊന്ന് നോട്ട് ചെയ്യുക. വീഡിയോയിലെ 12-ാമത്തെ ചോദ്യം, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വംശജ പരിസ്ഥിതി പ്രവർത്തക ആരാണ്? എളുപ്പമുള്ള ചോദ്യമാണ്. നമ്മുടെ മുമ്പുള്ളൊരു വീഡിയോയിലും ഇതേ ചോദ്യം ഉണ്ടായിരുന്നു. ഉത്തരം വങ്കാരി മാതായ്. 13-ാമത്തെ ചോദ്യം, ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രസ്ഥാനം ഏതാണ്?
ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് മറ്റുള്ള കാര്യങ്ങളും ചോദ്യങ്ങളും നമ്മുടെ മുമ്പുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്തതാണ്. ആ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടു തീർത്ത ഉടൻ തന്നെ മറ്റ് വീഡിയോസ് കൂടി കാണുക. എല്ലാത്തിലും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും പറയാം എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് പരിസ്ഥിതി ദിന ക്വിസിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും എല്ലാ വീഡിയോസും കണ്ട ശേഷം അതിൽ പറയുന്ന ചോദ്യങ്ങളെല്ലാം പഠിക്കുക. 14ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജന സംസ്ഥാനം ഏതാണ്? അതായത് ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജന സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജന സംസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. 14ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? കേരളം. 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലെ ഔദ്യോഗിക മൃഗം എന്ന സ്ഥാനം ഏത് വന്യജീവിക്കാണുള്ളത്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളിലെ ഔദ്യോഗിക മൃഗം എന്ന സ്ഥാനമുള്ളത് ആനയ്ക്കാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് പറയാം ഇന്ത്യയിൽ 3 സംസ്ഥാനങ്ങളാണ് ആനയെ അവരുടെ ഔദ്യോഗിക മൃഗമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ 3 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ജാർഖണ്ഡ്, കർണാടക, കേരള എന്നീ 3 സംസ്ഥാനങ്ങളാണ് ആനയെ അവരുടെ ഔദ്യോഗിക മൃഗമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വീഡിയോയിലെ 15ാമത്തെ ചോദ്യം. ആഗോളതാപത്തെപ്പറ്റി ലോക ശ്രദ്ധ ആകർഷിക്കാൻ എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിൽ മന്ത്രിസഭാ യോഗം നടത്തിയ രാജ്യം ഏതാണ്? എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിൽ മന്ത്രിസഭാ യോഗം നടത്തിയ രാജ്യമാണ് നേപ്പാൾ. ഇതേപോലെ മറ്റൊരു ചോദ്യം നമ്മുടെ മുമ്പുള്ള വീഡിയോയിലുണ്ടായിരുന്നു. ആ ചോദ്യം എന്താണെന്ന് പറയാം. ഇതേപോലെ മന്ത്രിസഭാ യോഗം കടലിൻ്റെ അടിയിൽ നടത്തിയ ആദ്യത്തെ രാജ്യം ഏതായിരുന്നു എന്നാണ് ആ ചോദ്യം. അതിൻ്റെ ഉത്തരം മാൽദീവ്സ് ആണ്. ഇത് രണ്ടും ഓർത്തു വയ്ക്കുക. 16ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സൗരോർജ്ജ നിലയം നിർമ്മിക്കുന്ന രാജ്യം ഏതാണ്? ചൈനയാണ് ലോകത്തെ ഏറ്റവും വലിയ ഒഴുകുന്ന സൗരോർജ്ജ നിലയം നിർമ്മിക്കുന്ന രാജ്യം. 16ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ചൈന. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്ട്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റി പറയുവാനുണ്ട്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പാകത്തിൽ PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. അതായത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ക്വിസ് വീഡിയോസിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതിയാവും. ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് PDFകളെല്ലാം ലഭിക്കുന്നതാണ്. അതോടൊപ്പം നമ്മൾ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ചില പ്രാക്ടീസ് ക്വിസ് മത്സരങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ പങ്കെടുക്കുവാൻ വേണ്ടി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. വീഡിയോയിലെ 17ാമത്തെ ചോദ്യം. ലോക ചരിത്രത്തിൽ ആദ്യമായി വനസംരക്ഷണത്തിനായി എഴുത്തുകാർ ചേർന്ന് പരിസ്ഥിതി സംഘടന രൂപീകരിച്ചത് എവിടെയാണ്? നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ലോകത്തിൽ തന്നെ ആദ്യമായി പരിസ്ഥിതി സംരക്ഷണത്തിനായി എഴുത്തുകാർ അഥവാ റൈറ്റേഴ്സ് ചേർന്ന് പരിസ്ഥിതി സംഘടന രൂപീകരിച്ചത്. 17ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കേരളം. ഇതേ ചോദ്യം മറ്റൊരു രീതിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ എഴുത്തുകാർ ചേർന്ന് ആരംഭിച്ച പരിസ്ഥിതി സംഘടനയുടെ പേരെന്താണ്? അതിൻ്റെ ഉത്തരം നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. പരിസ്ഥിതി സംരക്ഷണ സമിതി എന്നാണ് ഇവർ ആരംഭിച്ച പരിസ്ഥിതി സംഘടനയുടെ പേര്. ഇതുകൂടി നിങ്ങൾ ഓർത്തു വയ്ക്കുക. വീഡിയോയിലെ 18ാമത്തെ ചോദ്യത്തിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത്. ആനകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കേരളത്തിലെ വനമേഖല ഏതാണ്? അതായത് എലിഫൻസ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കേരളത്തിലെ ഫോറസ്റ്റ് ഏരിയ ഏതാണ്? വയനാടിലെ ഫോറസ്റ്റ് മേഖല അഥവാ വനമേഖലയിലാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ആനകൾ കാണപ്പെടുന്നത്. 18ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വയനാട്.
ഇനി നമുക്ക് ഈ വീഡിയോയിലെ അവസാന ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് കഴിഞ്ഞാലുടൻ ബോണസ് ചോദ്യമാണ്. അവസാനത്തെ ചോദ്യം ഇതാണ്: കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? അതായത് കേരളത്തിൽ ടോട്ടലായി 6 നാഷണൽ പാർക്കുകളാണുള്ളത്. അതിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്ക് ഏതാണ് എന്നാണ് ചോദ്യം. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം അഥവാ നാഷണൽ പാർക്ക് ഇരവിക്കുളം നാഷണൽ പാർക്കാണ്. 19ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇരവിക്കുളം നാഷണൽ പാർക്ക്. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്കാണ്. ചോദ്യം ഇതാണ്: UNEPയുടെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് പേര് നിർബന്ധമായും രേഖപ്പെടുത്തുക. കുറേ പേർ ഉത്തരം മാത്രമായി കമൻറ്റ് ചെയ്യുന്നുണ്ട്. അവരെ നമ്മൾ സെലക്ട് ചെയ്യുന്നതല്ല. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് നിർബന്ധമായും കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ നമ്മുടെ മറ്റ് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ മറ്റ് വീഡിയോസ് കൂടി കാണുക. ഇപ്പോൾ തന്നെ നിങ്ങൾ എല്ലാ ചോദ്യങ്ങളും പഠിക്കുകയാണെങ്കിൽ ക്വിസ് മത്സരമാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതെല്ലാം റിവൈസ് ചെയ്യാനുള്ള സമയം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ എല്ലാവരും മറ്റ് വീഡിയോസ് കൂടി കണ്ടിട്ട് അതിലെ ചോദ്യങ്ങളെല്ലാം പഠിക്കുക. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.